ഹായ് ഓൾ, വെൽക്കം ടു എൽസസ് കളക്ഷൻസ്. ഇന്ന് നമുക്ക് കോട്ടയം സ്റ്റൈലിൽ ഒരു ബീഫ് ഫ്രൈ റെസിപ്പി ഉണ്ടല്ലോ. ഈ റെസിപ്പി ഇട്ടില്ലെങ്കിൽ പിന്നെ ഒരു കോട്ടയംകാരിയാന്ന് പറഞ്ഞു നടന്നിട്ട് എന്നാ കാര്യം. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കെല്ലാവരും വിചാരമുണ്ട് 2 ദിവസം ബീഫ് ഇരുന്നിങ്ങനെ വരട്ടിയെടുത്താലേ ഇങ്ങനെ ഡ്രൈ ആക്കി കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, ഒരു നല്ല പഴുത്ത ടൊമാറ്റോ, ഇത്രയും സാധനം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒട്ടും വെള്ളം ഒഴിക്കാതെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ഏലക്കായ, 5-6 ഗ്രാമ്പു, 5-6 കുരുമുളക് ഇത്രയിട്ട് അത് മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 കുരുമുളക്, 8 തൊട്ട് 10 വരെ ചെറിയുള്ളി, പിന്നെ ഒരു 4 സവോള വലുത്. ഇത്രയും സാധനങ്ങളിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കിയെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട് പാകത്തിന്. ഒട്ടും വെള്ളം ഒഴിക്കാതെ വേവിക്കാൻ വെച്ചിരുന്ന ബീഫ് നല്ല കൊള്ളം പോലെ ആയിട്ടുണ്ട്, നേരെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ച് എല്ലാം ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ചാറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബീഫ് ഫ്രൈ ആക്കിയെടുക്കാം. അതിലോട്ട് ഞാൻ കുറച്ചൊരു കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഒരു ചൂട് കട്ടിയുള്ള പാന് വെച്ചിട്ട്, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ബീഫ് നമുക്ക് കോരിയിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടൊരു 10 to 15 മിനിറ്റ് ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല ഡ്രൈ ബീഫ് കിട്ടും. എല്ലാവരും റെസിപ്പി ട്രൈ നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.